എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു മോർണിംഗ് റുട്ടീന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ മോർണിംഗിൽ ചായക്കായും കൊണ്ടിരിക്കുന്നുണ്ട്. പലഹാരങ്ങളൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ചെടികളെടുത്തിട്ട് തന്നെ ആവും കൂടുതലും. പിന്നെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചെടികളടുത്തുണ്ടാവും. അതൊന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ മഴക്കാലം ആവുകൊണ്ട് നമുക്ക് നനക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പിന്നെ ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് ഒന്നരാടാണ് നനച്ചു കൊടുക്കാറ്. അത് ഒന്നരാടം വൈകുന്നേരത്താണ് നനയ്ക്കാറ്. അപ്പോൾ രാവിലെ അങ്ങനെ വെള്ളം നനച്ചു കൊടുക്കാറില്ല. പിന്നെ ബാക്കി മുറ്റത്തുള്ള ചെടികൾക്കൊക്കെ അത്യാവശ്യം മഴ പെയ്യുകൊണ്ട് അത്യാവശ്യം വെള്ളം നിൽക്കാറുണ്ട്. അപ്പോൾ ഈ ചെടിയിലൊക്കെ അത്യാവശ്യം പൊടിയുണ്ട്. അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുക, അങ്ങനത്തെയൊക്കെ പരിപാടികളായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ അടുത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട് കുറച്ച് വിത്ത് തന്നത് ഞാൻ പാകി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിലുള്ളത് വലിയ ചെണ്ടുമല്ലിയാണ്. കുറേ കാലമായി വീട്ടിലിതുപോലെ ചെണ്ടുമല്ലികളൊക്കെ ഉണ്ടാക്കിയിട്ട്. പിന്നെ വീടിൻ്റെ മുറ്റത്തായിട്ട് ഇതുപോലെ മഞ്ഞക്കോളാമ്പിടെ കുറച്ച് ചെടികളുണ്ട്. അതുപോലെ ബുഷിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ്. പിന്നെ ഇത് തെച്ചിപ്പൂവാണ്. ഇതിൻ്റെ തൈ നമ്മൾ വാങ്ങിച്ച് വെച്ചതാണ്. അപ്പം ഇതിൽ റോസ് കളറുള്ള തെച്ചിയുണ്ട്. അതിലിപ്പോൾ പൂവില്ല. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇത്രയൊക്കെയാണ് നമ്മളെ വീട്ടിലെ ചെടികളുടെ വിശേഷങ്ങളൊക്കെ. അപ്പം ഇനി നമുക്ക് പച്ചക്കറികൾ കാണാം. ഇതുപോലെ പയറാണ്. ഇങ്ങനെ നിലത്ത് പടർന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്കിനി ഇതിന് കയറാൻ വേണ്ടിയിട്ടൊരു വടിയൊക്കെ കുത്തി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു വഴുതനങ്ങ തൈ ഉള്ളതാണ്. അതിൽ പൂവിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ആ ഒരു ചെറിയ തൈ കാണുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതുപോലെ കുറച്ച് വടികളൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ മത്തൻ്റെയാണ്. മത്തൻ്റെ പൂ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പൂ മാത്രമേ ഉള്ളൂ, വലുതായിട്ടില്ല. ഇത് റംബുട്ടാൻ ഉണ്ടായിട്ടുള്ളതാണ് വീട്ടിൽ. ആദ്യം ഉണ്ടായിട്ട് നമ്മളിതിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പച്ചയാണ് അതിലുള്ളത്. പിന്നെ അതൊരു ചക്കയുടെ പ്ലാവാണ്. അപ്പോൾ അതിൽ 3-4 ചെറിയ ചക്കകൾ തന്നെ ഉള്ളൂ. പിന്നെ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ചെറിയ തൈയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അടക്കപ്പഴം ഉള്ളതാണ്. ഓരോ ഭാഗത്തും ഓരോ പേരാണ് ഇതിൽ പറയുക. നമ്മളിവിടെ അടക്കാപ്പഴം എന്നാണ് പറയുക. ഇതിൽ അത്യാവശ്യം വലുതായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ തൈലുണ്ടായതാണ് കേട്ടോ. അപ്പം ഇനി പൊട്ടിച്ച് കട്ട് ചെയ്ത് നോക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ അവർ റെഡ് കളറാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ കട്ട് ചെയ്തപ്പോൾ വൈറ്റ് കളർ തന്നെയാണ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ മോർണിംഗ് ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.